വെൽക്കം ബാക്ക് ടു SR ഫോർമുല ഓഫ് എഡ്യൂക്കേഷൻ. 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം സ്റ്റോൺ ടു മെറ്റൽ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫ്രം സ്റ്റോൺ ടു മെറ്റൽ, കല്ലിൽ നിന്നും ലോഹത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ പഴയ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പിക്ചർ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു പിക്ചർ നിരീക്ഷിച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ഗ്യാദർ ചെയ്യുക. ഓക്കെ, എന്തൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. സോ നൗ യു ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ലൈഫ് ഓഫ് ഏർലി ഹ്യൂമൻ ഓർ ദ ഏർലി ഹ്യൂമൻ ലൈഫ്. അതായത് പഴയ മനുഷ്യ ജീവിതത്തെ കുറിച്ചിട്ടാണ് ഇനി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ, they were lived in the forest. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പോയിന്റ് എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പിക്ചർ നിരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് ആണ് അവിടെ എഴുതേണ്ടത്. വാട്ട് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്? ദാറ്റ് ഈസ് early human beings, they were lived in the forest. The other things or information that we can gather from this picture, the next one, they were hunters. The early human beings were hunters. പഴയ മനുഷ്യരെല്ലാം തന്നെ വേട്ടയാടുന്നവരായിരുന്നു. They were used stones as their tools and weapons. അവരുടെ മെയിൻ ആയുധമായിട്ടും ഉപകരണമായിട്ടും അവർ ഉപയോഗിച്ചത് കല്ലുകളായിരുന്നു. They were used stone tools to defend themselves from wild animals and to collect food. അവർക്ക് വേണ്ട ഭക്ഷണം കളക്ട് ചെയ്യുന്നതിനും വന്യമൃഗങ്ങൾ, അതായത് കാട്ടിലെ മൃഗങ്ങളിൽ നിന്ന് രക്ഷ തേടുന്നതിനും വേണ്ടിയിട്ടാണ് സ്റ്റോൺ ടൂൾസുകൾ അവർ ഉപയോഗിച്ചിരുന്നത്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് സ്റ്റോൺ ഏജ്, ശിലായുഗം. ശില മീൻസ് കല്ല്. വാട്ട് ഈസ് സ്റ്റോൺ ഏജ്? ദ സ്റ്റോൺ ഏജ് ഈസ് ദ ഏജ് ഇൻ വിച്ച് സ്റ്റോൺസ് were widely used as tools and weapons. സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്, അതായത് ശിലായുഗം എന്ന് പറയുന്നത്, മനുഷ്യർ അവരുടെ പ്രധാനപ്പെട്ട ആയുധമായിട്ടും ഉപകരണമായിട്ടും കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റോൺ ഏജ്. സോ സ്റ്റോൺ ഏജ് ഈസ് ദ ഏജ് ഇൻ വിച്ച് സ്റ്റോൺസ് were widely used as tools and weapons. The second important point, on the basis of stone tools, കല്ലുപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3. ശിലായുഗത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. സ്റ്റോൺ ഏജ് ദാറ്റ്സ് ഡിവൈഡഡ് ഇൻറ്റു 3 ages. They are the first one Paleolithic age, second one Mesolithic age, third one Neolithic age. Okay, so the stone age that is divided into 3 on the basis of stone tools. They are Paleolithic age, Mesolithic age and Neolithic age. The another name for Paleolithic age is the Old Stone Age. The another name for Mesolithic age is the Middle Stone Age. Another name for Neolithic age is the New Stone Age. So Paleolithic age means Old Stone Age, പഴയ ശിലായുഗം. Then പ്രാചീന ശിലായുഗം എന്ന് പറയും. Then Mesolithic age, Middle Stone Age ആണ്, മധ്യകാല ശിലായുഗം. Then Neolithic age, പുതിയ ശിലായുഗം, നവീന ശിലായുഗം എന്ന് പറയും. Now we are going to discuss about Paleolithic age. That means Old Stone Age. പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് ഓർ ഓൾഡ് സ്റ്റോൺ ഏജിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്. So what is Paleolithic age? Here is the answer. The period in which human beings were used rough stones as their tools and weapons. റഫ് സ്റ്റോൺസിനെ പരുക്കൻ കല്ലുകൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന കല്ലുകൾ. അതിന് പ്രത്യേകിച്ച് ഷേപ്പുകളോ മിനുസമോ മൂർച്ചമോ ഒന്നും ഉണ്ടാവില്ല. സോ അതുപോലത്തെ നാച്ചുറൽ നിന്നും കിട്ടുന്ന കല്ലുകളാണ് നമ്മൾ റഫ് സ്റ്റോൺസ്, അതായത് പരുക്കൻ കല്ലുകൾ എന്ന് പറയുന്നത്. സോ റഫ് സ്റ്റോണുകൾ മെയിൻ വെപ്പണായിട്ടും ടൂളായിട്ടും ഉപയോഗിച്ചിട്ടുള്ള പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാലിയോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ യൂസസ് ഓഫ് സ്റ്റോൺസ് ഇൻ ദിസ് ഏജ്. ഈ പാലിയോലിത്തിക് പീരീഡിൽ സ്റ്റോൺസുകളെല്ലാം എന്തിനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദേ വർ യൂസ് സ്റ്റോൺസ് ടു ഹണ്ട് അനിമൽസ്.
അനിമൽസിനെ മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി സ്റ്റോൺസ് ഉപയോഗിച്ചു. സെക്കൻഡ് വൺ ടു ഡിഗ് അപ്പ് ട്യൂബേഴ്സ്, കിഴങ്ങുവർഗ്ഗങ്ങൾ ഡിഗപ്പ് ചെയ്യാൻ കുഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോൺസ് ഉപയോഗിച്ചു. തേർഡ് വൺ ടു ഡിഫെൻഡ് ഫ്രം ദ അറ്റാക്ക് ഓഫ് അനിമൽസ്, മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടും അവർ കല്ലുകൾ ഉപയോഗിച്ചു. നെക്സ്റ്റ് വൺ ഡ്യൂറിങ് ദിസ് ഏജ് പാലിയോലിത്തിക് പീരിയഡിൽ മാൻ ലിവ്ഡ് ഇൻ കേവ്സ്, മനുഷ്യരെല്ലാം ജീവിച്ചിരുന്നത് ഫോറസ്റ്റിലാണ്, കേവ്സിലാണ്, ഗുഹകളിലായിരുന്നു. ആൻഡ് ഏറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് ആൻഡ് മീറ്റ് ഓഫ് 100 അനിമൽസ്, അവർ ഭക്ഷിച്ചിരുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സും ട്യൂബേഴ്സ് കിഴങ്ങുവർഗ്ഗങ്ങളും അവർ ഹണ്ട് ചെയ്ത അനിമൽസിൻ്റെ മാംസം മീറ്റുമാണ് അവർക്കുണ്ടായിരുന്നത്. ആദ്യകാലത്ത് പാലിയോലിത്തിക് പീരീഡിലെ ആദ്യ ടൈമുകളിലൊക്കെ അവർ നോൺ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റാണ് കഴിച്ചിരുന്നതെങ്കിൽ ലാസ്റ്റ് ആയപ്പോഴേക്കും കുക്ക്ഡ് മീറ്റ് അവർ കഴിക്കാൻ തുടങ്ങി. അതെങ്ങനെ കഴിക്കാൻ തുടങ്ങിയത്? ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് ഇൻവെൻഷൻ ഓഫ് ഫയർ ഓർ ദ യൂസ് ഓഫ് ഫയർ, തീയുടെ ഉപയോഗത്തിലൂടെയാണ് അവർ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡുകളെല്ലാം കഴിച്ചു തുടങ്ങിയത്. സോ ഇൻവെൻഷൻ ഓഫ് ഫയർ ഏത് ഏജിലാണ്? പാലിയോലിത്തിക് പീരീഡിലാണ്. തീയുടെ കണ്ടുപിടുത്തം നടക്കുന്നത് പാലിയോലിത്തിക് പീരീഡിലാണ്, അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജിലാണ്. ഓക്കെ, in your textbook can you see this images of the different stones of Paleolithic age? These stones are the rough stones. ഇതെല്ലാം തന്നെ റഫ് സ്റ്റോണുകളാണ്, പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന സ്റ്റോണുകളാണ്. എന്നാൽ ഇതിന് പ്രത്യേകമായിട്ട് ഷേപ്പുകളോ മിനുസപ്പെടുത്തലോ അല്ലെങ്കിൽ മൂർച്ചയോ ഒന്നുമില്ല. ഇതുപോലത്തെ റഫ് സ്റ്റോൺസ് ആണ് പാലിയോലിത്തിക് പീരീഡിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. In your textbook here is a question for you. For what purposes fire might have been used by the early man? ആദിമ മനുഷ്യർ തീ എന്തിനു വേണ്ടിയെല്ലാമായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? താഴെ ഒരു പിക്ചറും തന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൻ്റെ സഹായത്തിലാണ് ആദിമ മനുഷ്യർ തീ എന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളോട് കണ്ടെത്താൻ പറയുന്നത്. സോ എന്തെല്ലാം ആവശ്യങ്ങൾക്കായിരിക്കും ആദിമ മനുഷ്യർ അല്ലെങ്കിൽ പഴയ ആളുകൾ തീ ഉപയോഗിച്ചിട്ടുണ്ടാവുക? Here is the answer. To save from cold, തണുപ്പിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട്. To cook food, ഫുഡ് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. For hunting, വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട്. For light, പ്രകാശത്തിന് വേണ്ടി. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദിമ മനുഷ്യർ തീ ഉപയോഗിച്ചിട്ടുള്ളത്. We are going to learn about Mesolithic age and Neolithic age. So our topic, Mesolithic age. Another name for Mesolithic age is the Middle Stone Age. Middle means മദ്യം, മധ്യശിലായുഗം എന്നതാണ് മെസോലിത്തിക് ഏജിൻ്റെ മലയാളം. മദ്യം, മിഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ പാർട്ടാണ് അല്ലേ. അതായത് പാലിയോലിത്തിക് ഏജിൻ്റെയും നിയോലിത്തിക് ഏജിൻ്റെയും ഇടയിലുള്ള പീരീഡിനെയാണ് നമ്മൾ മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. സോ മെസോലിത്തിക് ഏജ് ഇറ്റ് വാസ് എ ട്രാൻസിഷണൽ ഫേസ് ഓർ എ ട്രാൻസിഷണൽ ഏജ് ബിറ്റ്വീൻ പാലിയോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിൽ നിന്നും, അതായത് ഓൾഡ് സ്റ്റോൺ ഏജിൽ നിന്നും പുതിയ സ്റ്റോൺ ഏജിലേക്കുള്ള ആ ഒരു മാറ്റത്തിൻ്റെ സമയം, അത് പെട്ടെന്നല്ല ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ സമയത്തെയാണ് നമ്മൾ മെസോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്. സോ മെസോലിത്തിക് ഏജ് ഇറ്റ് ഹാസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് പാലിയോലിത്തിക് ആൻഡ് നിയോലിത്തിക് ഏജ്. മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ ഏജ് ആയതുകൊണ്ട് തന്നെ പാലിയോലിത്തിക് ഏജിൽ നിന്നും നിയോലിത്തിക് ഏജിലേക്കുള്ള ആ ഒരു ചേഞ്ചിൻ്റെ പീരീഡ് ആയതുകൊണ്ട് തന്നെ മെസോലിത്തിക് ഏജിൽ പാലിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സും നിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സും കാണാവുന്നതാണ്. The age in which people were used small and pointed stones as their tools and weapons is called as Mesolithic age. So Mesolithic age, that means the age in which people were using small and pointed stones as their tools and weapons. ചെറിയതും പോയിൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മെസോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്. Such small stone tools and weapons are stone blades, arrow points and spear heads. ഓക്കെ, ആരോ പോയിൻറ്റ്സ് ഒക്കെ അറിയാലോ, അതായത് അമ്പും വില്ലും അല്ലേ, അതിൻ്റെ അമ്പിൻ്റെ പോയിൻറ്റ്സ് നിങ്ങൾക്കറിയാലോ. സോ ആരോ പോയിൻറ്റ്സ്, ബ്ലൈഡ്സ്,
മൂർച്ചയുള്ള പോയിൻറ്റഡ് ആയിട്ടുള്ള രൂപത്തിൽ അവർ കത്തിയായി ഉപയോഗിച്ചിരുന്നത് സ്റ്റോൺ ബ്ലൈഡ്സ് ആണ്. സോ അങ്ങനെ സ്റ്റോൺ ബ്ലൈഡ്സ്, ആരോ പോയിൻറ്റ്സ്, സ്പെയർ ഹെഡ്സ് ഒക്കെ തന്നെയാണ് ഈ മെസോലിത്തിക് കാലഘട്ടത്തിലെ സ്റ്റോൺ ടൂൾസിനുള്ള ഉദാഹരണങ്ങൾ. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ മെസോലിത്തിക് സ്റ്റോൺ ടൂൾസിനെ കാണാനും പറ്റും. ഓക്കെ, then the next topic, that is Neolithic age. Neolithic age means the age in which people were used polished and sharper stones as their tools and weapons. So in Neolithic age they were used polished and sharper stones. Okay, then the next important one, the features of Neolithic age. Here is a lot of features for Neolithic age. The first one, they were started farming. അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. they were build shelters, വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങി. the third point, they were started to the domestication of animals and plants. that means they were domesticated animals and plants. വീട്ടിൽ അവർ ഹണ്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അവരുടെ ഷെൽറ്റേഴ്സ് ഉണ്ടാക്കി ആ ഷെൽറ്റേഴ്സിൽ അവർ അനിമൽസിനെ വളർത്തുവാനും അവർക്ക് വേണ്ട പ്ലാന്റ് ചെയ്യുവാനും തുടങ്ങി. ദാറ്റ് ഈസ് ദി ഡൊമസ്റ്റിക്കേഷൻ ഓർ ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ദെൻ ദ ഫോർത്ത് പോയിന്റ്, ദ ഡിസ്കവേർഡ് വീൽ. അപ്പോൾ ചക്രം കണ്ടുപിടിക്കുന്നത് നിയോലിത്തിക് കാലഘട്ടത്തിലാണ്. ഫയർ ഇൻവെൻറ്റ് ചെയ്യുന്നത് പാലിയോലിത്തിക് കാലഘട്ടത്തിലാണ്. ഓക്കെ, ദെൻ ദർ മെയ്ഡ് പോട്ടറീസ്. അവർ പോട്ട്സുകൾ അല്ലെങ്കിൽ പോട്ടറീസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതും നിയോലിത്തിക് ഏജിലാണ്. സോ ദ ഫീച്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ഏജ്, ദർ സ്റ്റാർട്ടഡ് ഫാമിംഗ്, build shelters, domesticated animals and plants, discovered wheel, and the last one, they made potteries. Okay, here you can see the different kinds of Neolithic tools. Okay, ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് തരത്തിലുള്ള നിയോളിത്തിക് ടൂൾസ് കാണാൻ പറ്റും കേട്ടോ. Then in your textbook, page number 21, you can see these 4 pictures. The first picture is related to building shelters. Second picture related to making food. Third picture related to making pottery. And the fourth picture related to use of wheels. So, ഈ ഓരോ പിക്ചേഴ്സും നിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, so here we are concluding about Stone Age. You already learned that on the basis of stone tools, Stone Age is divided into 3 categories. There were Paleolithic Age, Mesolithic Age, and Neolithic Age. The another name for Paleolithic Age is the Old Stone Age, Mesolithic Age, Middle Stone Age, and Neolithic Age, New Stone Age. And the importance of its tools, or the features of stone tools. In Paleolithic Age, they were used rough stones. In Mesolithic period, they were used small and pointed stones. And in Neolithic Age, they were used sharp and polished stones. So, ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, now we are going to discuss about an important question that's in your textbook, page number 21. In what ways does the Neolithic age differ from the Paleolithic age? That is the question. അതായത് പാലിയോലിത്തിക് ഏജിൽ നിന്നും നിയോലിത്തിക് ഏജ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ദാറ്റ് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ നിയോലിത്തിക് ഏജ് ആൻഡ് പാലിയോലിത്തിക് ഏജ്. ഓക്കെ, പാലിയോലിത്തിക് ഏജും നിയോലിത്തിക് ഏജും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പാലിയോലിത്തിക് ഏജ്, rough stones were used as their tools and weapons. അവരുടെ ടൂൾസ് ആയിട്ട് അവർ റഫ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തത്. ആൻഡ് അനിമൽസ് were hunted in this age. ഈ ഒരു പീരീഡിൽ അവർ ഫുഡ് ഉണ്ടാക്കുന്നതല്ല, അവർ ഫുഡ് എന്തെയാണ്, വേട്ടയാടുകയാണ്. they were hunted animals. അവർ അനിമൽസിനെ വേട്ടയാടുകയാണ്. the third important feature, they were collected food. അവർ ഫുഡ് മേക്ക് ചെയ്യല്ല അല്ലേ, ഹണ്ട് ചെയ്ത് അങ്ങനെ കളക്ട് ചെയ്യാണ് അവർ. ട്യൂബേഴ്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും അവർ ശേഖരിച്ചിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ്, പീപ്പിൾ ലേർഡ് വാണ്ടറിങ് ലൈഫ്. അവർ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് താമസിക്കുകയില്ല. ദെവർ വാണ്ടറിങ് ലൈഫ്. അവരെന്തായിരുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദെവർ യൂസ്ഡ് ഫയർ. അവർ തീ ഇൻവെൻറ്റ് ചെയ്തു, തീ ഉപയോഗിച്ചു. ദെവർ ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്. അവർ കാട്ടിലാണ് താമസിച്ചത്. കാട്ടിൽ മരത്തിലും കേവ്സിലുമാണ് അവർ താമസിച്ചത്. The next, Neolithic age. In Neolithic age, polished and sharp stones used as the tools.
നിയോലിത്തിക് പീരീഡിൽ ഷാർപ്പായിട്ടുള്ളതും പോളിഷ്ഡ് ആയിട്ടുള്ള, അതായത് മിനുസപ്പെടുത്തിയതുമായിട്ടുള്ള സ്റ്റോൺസ് ആണ് അവർ ടൂളായിട്ട് ഉപയോഗിച്ചത്. ദെൻ ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, അവർ ഹണ്ട് ചെയ്യുന്നതിന് പകരം അനിമൽസിനെയും പ്ലാന്റ്സും ഒക്കെ എന്തായി കളക്ട് ചെയ്തു പോകുന്നതിന് പകരം അനിമൽസും അവർക്ക് ആവശ്യമുള്ള ട്യൂബേഴ്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ അവർ വീട്ടിൽ തന്നെ വളർത്താൻ തുടങ്ങി, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് ദ തേർഡ് പോയിന്റ്, സ്റ്റാർട്ടഡ് ടു മേക്ക് ഫുഡ് ഫോർ ദം, അവർ കളക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അവർക്ക് വേണ്ട ഫുഡ് അവർ ഉണ്ടാക്കുവാൻ തുടങ്ങി. ഓക്കെ. ദെൻ ഫോർത്ത് പോയിന്റ്, പീപ്പിൾ ലേർഡ് എ ഫാമിലി ലൈഫ്, അവർ വാണ്ടറിങ് ലൈഫിന് പകരമായിട്ട്, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആ ഒരു ലൈഫിന് പകരമായിട്ട് അവർ ഷെൽട്ടറൊക്കെ ഉണ്ടാക്കി അവരൊരു ഫാമിലി ലൈഫ് അവിടെ കൊണ്ടുവരാൻ തുടങ്ങി. ദെൻ ദ ബിൽഡ് ഷെൽറ്റേഴ്സ്, അവർക്ക് വേണ്ട വീടുകൾ അവർ തന്നെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. കേവിലും അതുപോലെ ട്രീസിലും താമസിക്കുന്നത് പകരം അവർ ഷെൽറ്റേഴ്സ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അവർ യൂസ്ഡ് വീൽ, ചക്രം ഉപയോഗിക്കാൻ തുടങ്ങി. സോ നിയോലിത്തിക് ഏജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെൻഷനാണ്, ദാറ്റ് ഈസ് ദ ഇൻവെൻഷൻ ഓഫ് വീൽ. ദെൻ പോട്ടറീസ് were made and used. They were started to make potteries and they were started to use potteries. Okay. Now we are going to learn about Chalcolithic age and Bronze age. Chalcolithic age means താമ്രശിലായുഗം, Bronze age വെങ്കലയുഗം. So Chalcolithic age means the age when man used both stone and copper tools is known as Chalcolithic age. That is, in this period, in the Chalcolithic period, people were used two kinds of tools. They were stone tools and copper tools. Okay. കോപ്പർ ടൂൾസ്, ചെമ്പ് കൊണ്ടുള്ള ടൂൾസും കല്ല് കൊണ്ടുള്ള ടൂൾസും ഉപയോഗിച്ചിട്ടുള്ള ഒരു പീരീഡാണ് ചാൽക്കോലിത്തിക് ഏജ്, താമ്രശിലായുഗം. Another name for the Chalcolithic age is Copper Stone age. The another name for the Chalcolithic age means the age is the Copper Stone age. ചെമ്പ് ശിലായുഗം, ചെമ്പ് കല്ല് യുഗം. Understand? So Chalcolithic age means the age when man used both stone and copper tools. The another topic, Bronze age, വെങ്കലയുഗം. Bronze is the alloy which produced by mixing tin with copper. ചെമ്പും ടിന്നും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലോഹമാണിത് ബ്രോൺസ്, വെങ്കലം. ഇറ്റ് വാസ് ഹാർഡർ ദാൻ കോപ്പർ, കോപ്പറിനേക്കാൾ കുറച്ചും കൂടി ഉറപ്പുള്ളതാണ് ബ്രോൺസ്. ആൻഡ് വാട്ട് ഈസ് ബ്രോൺസ് ഏജ്? The age in which bronze was widely used to make weapons and tools is called as Bronze age. ബ്രോൺസ് ഏജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൂൾസും വെപ്പൺസും, അവരുടെ ഉപകരണങ്ങളും ആയുധങ്ങളെല്ലാം തന്നെ കല്ലിൽ നിന്നും ചെമ്പിൽ നിന്നും മാറിക്കൊണ്ട് ബ്രോൺസിലേക്കാണ് വരുന്നത്. സോ ബ്രോൺസ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പീരീഡിനെയാണ് നമ്മൾ ബ്രോൺസ് ഏജ് എന്ന് വിളിക്കുന്നത്. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദർ ഈസ് എ വർക്ക് ഫോർ യു. ദ ക്വസ്റ്റ്യൻ ഈസ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, ദെൻ ഹിയർ ഈസ് ദ ആൻസർ ഓൾസോ. ഇത് ഈ ഒരു ഫ്ലോ ചാർട്ട്, പാലിയോലിത്തിക് ഏജ്, അത് കഴിഞ്ഞിട്ട് നിയോലിത്തിക് ഏജ്, അത് കഴിഞ്ഞിട്ട് ചാൽക്കോലിത്തിക് ഏജ് ആൻഡ് ബ്രോൺസ് ഏജ്. ഈ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർക്ക്. സോ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. Next, you are going to learn about changes in human life during Bronze Age. ബ്രോൺസ് ഏജ് പീരീഡിൽ നടന്നിട്ടുള്ള മനുഷ്യ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇനി എൻ്റെ മക്കൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, സോ പ്ലീസ് ലിസൺ വെൽ. ചേഞ്ചസ് ബ്രോഡ് ഡ്യൂറിങ് ബ്രോൺസ് ഏജ് പീരീഡ്. The first change during this period, agriculture improved and resulted in better harvest. ഈ പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് കൃഷി വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രൊഡക്ഷൻ, അവർക്ക് ഒരുപാട് ഉൽപാദനം നടത്താൻ കഴിയുകയും ചെയ്തു. ഇൻ ബെറ്റർ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. ഓക്കെ, ബിക്കോസ് അതിന് എന്തൊക്കെ കാരണങ്ങളാണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് അവരുടെ അഗ്രികൾച്ചറിൽ ഇംപ്രൂവ് ആവുകയും കൂടുതൽ പ്രോഡക്ട്സ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തത് എന്നുള്ള ചില കാരണങ്ങളാണ് ഇനി നിങ്ങൾ പഠിക്കുന്നത്. The first reason, they were made and used hard and powerful bronze tools and weapons. Okay, for the agricultural purposes they were used
bronze tools and weapons. These bronze tools and weapons are very powerful and hardful, so they can dig the soil very well and they can plant everything, you know. സോ ഈ ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ട് അവർക്ക് നന്നായിട്ട് മണ്ണ് കുഴിച്ചെടുക്കുവാനും അതിലോട്ട് സീഡ് പ്ലാന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാന്റ്സുകൾ പ്ലാന്റ് ചെയ്യാനൊക്കെ അവർക്ക് കഴിഞ്ഞു. ഓക്കെ, സോ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ദ യൂസ് of bronze tools and weapons. Then second one, they were cultivated near the river valleys. നദീതടങ്ങളിലാണ് അവർ കൃഷി ചെയ്തത്. ഓക്കെ, നദീതടങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ ദേ ഗോട്ട് ഫെർട്ടൈൽ സോയിൽ, അവർക്ക് നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് കിട്ടും. ആൻഡ് ദേ ഗോട്ട് ഗുഡ് വാട്ടർ ഫെസിലിറ്റീസ്, അവർക്ക് നല്ല രീതിയിൽ ജല സൗകര്യങ്ങളും അവർക്ക് ലഭ്യമാകും. ഓക്കെ, നദിക്കടുത്ത് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് വെള്ളം നദിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അതേസമയം തന്നെ നദീതടങ്ങൾ എന്ന് പറയുന്നത് വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള ഏരിയയാണ്. അവിടെ അവർക്ക് നല്ല സോയിലും ലഭ്യമാകും. അതോടൊപ്പം തന്നെ ബ്രോൺസ് ടൂൾസും വെപ്പൺസും അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, with the use of these all items the production of food grains was increased. അവിടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുകയാണ് ചെയ്തത്. എങ്ങനെ വർദ്ധിച്ചു? അവരുടെ ബ്രോൺസ് ടൂൾസ് ഉപയോഗിച്ചു, റിവർ വാലീസിൽ അവർ കൾട്ടിവേറ്റ് ചെയ്തു, അവർക്ക് ഫെർട്ടൈൽ സോയിൽ ലഭിച്ചു, ഗുഡ് വാട്ടർ ഫെസിലിറ്റീസും ലഭിച്ചു. അപ്പോൾ അവരുടെ പ്രൊഡക്ഷനും വർദ്ധിച്ചു. ഓക്കെ, അവരുടെ ആവശ്യങ്ങളേക്കാൾ അവർക്ക് പ്രൊഡക്ഷൻ വർദ്ധിച്ചപ്പോൾ ദ നെക്സ്റ്റ് ചേഞ്ച് ദാറ്റ് ഇസ് സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ് വർ സ്റ്റോർഡ്. അവർക്ക് കൂടുതൽ വന്നിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് എല്ലാം അവർ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. Then public places were developed for the exchange of agricultural products. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങാടികൾ അവർ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, the next change that is development of public places. The next very important change, such new occupational fields were developed. That is, new kinds of jobs were developed during the Bronze Age period. Such important jobs or works were കാറ്റിൽ റിയറിംഗ്, കന്നുകാലി വളർത്തൽ, മെറ്റലർജി, ലോഹ നിർമ്മാണം, പോട്രി മേക്കിംഗ്, മൺപാത്ര നിർമ്മാണം, ഓർണമെൻറ്റ്സ് മേക്കിംഗ്, ആഭരണ നിർമ്മാണം, വീവിംഗ്, വസ്ത്രനിർമ്മാണം, ബ്രിക്സ് മേക്കിംഗ്, ഇഷ്ടിക നിർമ്മാണം. ഓക്കെ, ഇത്രയും ജോബ്സ് എല്ലാം തന്നെ ബ്രോൺസ് ഏജ് പീരീഡിൽ ഡെവലപ്പ് ചെയ്തു. Okay, so such new occupational fields were developed during the Bronze Age period. They were cattle rearing, metallurgy, pottery making, ornaments making, weaving and bricks making. Okay, then the next one in your textbook, please take out your textbook. In your textbook page number 23, there you can see 4 important pictures. Okay, please take out that. Can you see these pictures? So you want to find out the names of these pictures. So in first picture, can you see some cattle? നിങ്ങൾക്ക് കന്നുകാലികൾ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? So that work is known as cattle rearing. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കന്നുകാലി വളർത്തൽ, കാറ്റിൽ റിയറിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് നിങ്ങൾക്ക് തീയിലിട്ട് എന്തോ ചെയ്യുന്നതായിട്ടൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ദി മെറ്റലർജി, ലോഹ നിർമ്മാണമാണ് നിങ്ങൾക്ക് ആ ഒരു പിക്ചറിലൂടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ബ്രോൺസിന് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? കോപ്പറും ടിന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ബ്രോൺസ് ഉണ്ടാക്കുന്നത്. സോ ആ ഒരു പ്രോസസ്സാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ, ലോഹ നിർമ്മാണം. വാട്ട്സ് ദ നെക്സ്റ്റ് ജോബ്? That is very familiar to you, isn't it? That is the pottery making. മൺപാത്ര നിർമ്മാണത്തിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. Then the last picture that is related to ornaments. പഴയ ആഭരണങ്ങളുമായി റിലേറ്റ് ചെയ്തൊരു പിക്ചറാണ്. that is related to ornaments making. ആഭരണ നിർമ്മാണമാണ് ഈ ഒരു പിക്ചറിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, the other important works were weaving and bricks making. Weaving means making of clothes. Then bricks making, ഇഷ്ടിക നിർമ്മാണം. Okay, so the important occupational fields of the Bronze Age period were cattle rearing, metallurgy, pottery making, ornaments making, weaving and bricks making. Okay, the next important change, that is barter system was formed. So barter system means that is
an old method of exchanging goods and services between two or more parties without the use of money. പണമൊന്നും ഉപയോഗിക്കാതെ ആളുകൾ തമ്മിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൈമാറ്റത്തെ വിളിക്കുന്ന പേരാണ് ബാർട്ടർ സിസ്റ്റം. In your textbook, page number 24, there is a picture, in that picture, a person giving fish instead of a pot. Okay. മീൻ കൊടുത്തിട്ട് പോട്ട് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുന്ന ഒരു പിക്ചർ നിങ്ങളവിടെ കാണുന്നുണ്ടല്ലേ. സോ ആ ഒരു പിക്ചറിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുക. ഒരാൾക്ക് മീനാണ് ആവശ്യമെങ്കിൽ അതിന് പകരമായിട്ട് ഒരു പോട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. പണമല്ല അവിടെ ഇടപാട് സിസ്റ്റം. ദാറ്റ് ഈസ് they were exchanging their goods. Understand? So that is barter system. Then the next point, both inland and maritime trade was developed. Trade was developed during Bronze Age period. That is both inland and maritime. അതായത് അവരുടെ ഏരിയാസിനുള്ളിൽ നിന്നുകൊണ്ടും അതുപോലെ സീ റൂട്ട് വഴിയും മാരിറ്റൈം ട്രേഡും അവരുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർക്ക് സർപ്ലസ് ഫുഡ് വന്നു, അതായത് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തു, ഒരുപാട് ഉൽപാദനം ഉണ്ടായി, ഒരുപാട് പ്രോഡക്ട്സ് അവരുണ്ടാക്കി, അവരുടെ ആവശ്യങ്ങൾക്ക് അപ്പുറമുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കി. ആ അപ്പുറം വന്നിട്ടുള്ള സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ് അവർ സ്റ്റോർ ചെയ്തു. ഈ സ്റ്റോർ ചെയ്ത ഫുഡ് ഗ്രെയിൻസിനെ അവരെന്ത് ചെയ്തു, ട്രേഡും ചെയ്തു, കച്ചവടം നടത്തി. Okay, so trade was developed during the Bronze Age period. The next change, that is the means of transportation, was developed. You already learned that in Neolithic period, the early peoples, they were invented wheel, isn't it? Neolithic period wheel അവർ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. So the different kinds of transportation facilities also developed during the Bronze Age period. The next one, new administrational systems were formed. പുതിയ ഭരണരീതികൾ അവിടെ ഫോം ചെയ്യാൻ തുടങ്ങി. In the earlier time, their administration system that is based on their family, but that is changed during the Bronze Age period. Then the art of writing was invented. എഴുത്ത് വിദ്യകൾ രൂപപ്പെട്ട കാലം ഏതാണ്? That is Bronze Age period. And you already learned about the historic and prehistoric period. Prehistoric period, that is the period before the formation of art of writing അല്ലേ. സോ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഫോം ചെയ്യുന്നത് ബ്രോൺസ് ഏജിലാണ്. ബ്രോൺസ് ഏജിന് മുമ്പ് വന്നിട്ടുള്ള സ്റ്റോൺ ഏജും ചാൽക്കോലിത്തിക് ഏജും ഏത് പീരീഡാണ്? പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. ഓക്കെ, സോ ബ്രോൺസ് ഏജിലാണ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഫോം ചെയ്യുന്നത്. Gradually, new cities were developed in Bronze Age in river valleys. These cities were known as the centers of Bronze Age civilization or river valley civilization. You just learned that a lot of changes took place in Bronze Age period. So because of these changes, new cities were developed in the Bronze Age era, Bronze Age period in the river valleys. ആ റിവർ വാലീസിൽ, നദീതടങ്ങളിൽ പുതിയ സിറ്റീസുകൾ വളരാൻ തുടങ്ങി, പുതിയ നഗരങ്ങൾ വളർന്നു വരാൻ തുടങ്ങി. ദീസ് സിറ്റീസ് were known as the centers of Bronze Age civilization. ഈ നഗരങ്ങളാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ്റെ കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെടുന്നത്. സിവിലൈസേഷൻ മീൻസ് നാഗരികത, അതൊരു വലിയൊരു സമൂഹമാണ് അവിടെ നിങ്ങാനുള്ളത്. സോ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു ഈ റിവർ വാലീസിൽ വളർന്നു വന്നിട്ടുള്ള സിറ്റീസ്. These cities were known as in another name also, that is river valley civilization, because that cities were developed on the bank of rivers. Okay. Such important centers of Bronze Age civilization were, ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ബ്രോൺസ് ഏജ് സിറ്റീസ് ആണ്, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ആണ്, അല്ലെങ്കിൽ റിവർ വാലി സിവിലൈസേഷൻസ് ആണ്. ഏതെല്ലാം? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം ആൻഡ് ഹാരപ്പൻ സംസ്കാരം. Our next topic is centers of Bronze Age civilization or river valley civilization. The centers of Bronze Age civilizations were, you learned 4 important centers of Bronze Age civilization. They were Mesopotamian civilization, Egyptian civilization, Chinese civilization and Harappan civilization. Okay.
The first civilization is Mesopotamian civilization, Mesopotamian Samskaram. The Mesopotamian civilization developed in the valleys of Euphrates and Tigris rivers. Okay, so Mesopotamian civilization that developed on the banks of two rivers. They were Euphrates River and Tigris River. Now it is in Iraq. The current location of the Mesopotamian civilization, that is in Iraq. The word Mesopotamia means the land between rivers. The term Mesopotamia, it means the land between rivers. നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന ടേമിൻ്റെ മീനിങ്. The art of writing in Mesopotamia is known as cuneiform script. മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന പേരിലാണ്, ക്യൂണിഫോം ലിപി. One of the most important historical remains of this civilization is ziggurats. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ ശേഷിപ്പാണ് എന്ത്? That is ziggurats. Okay. Now I am sharing a map of Mesopotamia. In this map you can understand the Mesopotamia region and you can see in Iraq, Baghdad. Baghdad is the capital of the Iraq. Okay. Then here is the cuneiform script. Okay. So the art of writings in Mesopotamia is known as cuneiform script. So cuneiform script is one of the oldest script. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്, ലിപിയാണ് ക്യൂണിഫോം ലിപി. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദി റീജിയൻ ഓഫ് സുമർ. സുമർ എന്ന പ്രദേശത്താണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദ സ്ക്രിപ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ പിക്ടോഗ്രാഫിക് മാർക്സ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. ക്ലേ ടാബ്ലറ്റ്സിൽ അടയാളപ്പെടുത്തുന്ന ചിത്രലിപികളാണ് എന്ത്? ഈ ക്യൂണിഫോംസ് ലിപികൾ. Now we are discussing about ziggurats. You already learned that ziggurats were the major historical remains of the Mesopotamian civilization. So ziggurats were temple complexes. ആരാധന സമുച്ചയങ്ങളാണ് ziggurats. The walls of the ziggurats were built of burned bricks. ചുട്ടെടുത്ത ഇഷ്ടിക കല്ലുകൾ കൊണ്ടാണ് zigguratsന്റെ ചുമരുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. Ziggurats in city of Ur is still preserved. ഉർ എന്ന നഗരത്തിലുള്ള സിഗുറാത്ത് അത് ഇന്നും പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ നഗരമാണ് ഉർ സിറ്റി. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ നഗരമാണ് ഉർ സിറ്റി. ഉർ സിറ്റിയിലെ സിഗുറാത്തിനെയാണ് ഇന്നും പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ റിമൈൻ. ഹിയർ ഈസ് എ വേർഡ് വെബ് ഓഫ് ദി മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ഉപയോഗിക്കാവുന്നൊരു മെത്തേഡാണിത്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വെച്ചിട്ട് ഒരു പദസൂര്യൻ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലൊക്കെ ഒന്ന് എഴുതിയിട്ട് നല്ല രൂപത്തിൽ ഒന്ന് കളർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് റിവേഴ്സിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ക്യൂണിഫോം സ്ക്രിപ്റ്റാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയപ്പെടുന്നത്. മെസപ്പൊട്ടോമിയ എന്ന ടേമിൻ്റെ മീനിങ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നതാണ്. സിഗുറാത്താണ് പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ റിമൈൻസ്. ഓക്കെ, ദ നെക്സ്റ്റ് civilization is Egyptian civilization. The Egyptian civilization developed in the valley of river Nile. It is developed on the bank of river Nile. Egypt is called as the gift of the Nile. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന കൺട്രിയാണ് ഈജിപ്ത്. The art of writing of this civilization is known as hieroglyphics. The art of writing in the Egyptian civilization that is known as hieroglyphic script. The most important historical remains of this civilization is pyramids. So pyramids are the major historical remains of the Egyptian civilization. Okay, here is a map of Egyptian civilization. In this map you can understand the geographical location of the Nile River, Egypt, everything. Okay, the next was hieroglyphic script. The art of writing in Egyptian civilization is known as hieroglyphic script. The hieroglyphic script is used by ancient Egyptians. It is a combination of symbols and letters.
സിമ്പിൾസിൻ്റെയും ലെറ്റേഴ്സിൻ്റെയും കോമ്പിനേഷനാണ് എന്ത് ഹൈറോഗ്ലിഫിക്സ് ലിപി. ഇറ്റ് ഈസ് കോമൺലി റിട്ടൺ ഓൺ പാപ്പിറസ് ആൻഡ് വുഡ്. Commonly, the hieroglyphic script were written on papyrus and wood. Papyrus is a plant that is used to make paper. Okay, so the hieroglyphic script, that is a script that developed in the Egyptian civilization. It also ancient. It's also one of the oldest script, like our cuneiform script of the Mesopotamian civilization. Okay. Here is our Great Pyramid at Giza. It is the biggest pyramid in the world. Pyramids. The pyramids are the tombs of the pharaohs, the rulers of Egypt. ഈജിപ്തിലെ റൂളേഴ്സിന് അറിയപ്പെട്ടിരുന്നത് ഫറോവാസ് എന്ന പേരിലാണ്. അവരുടെ ശവക്കല്ലറകൾ, അവരുടെ ടോംസ് ആണ് പിരമിഡ്സ്. The biggest pyramid is Giza pyramid, which is built by Pharaoh of Khufu. ഇവിടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടൊരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 4 പോയിൻറ്റ്സാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, നൈൽ റിവർ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നൈൽ റിവറിൻ്റെ വാലിയിലാണ്. ഹൈറോഗ്ലിഫിക്സ് എന്നതാണ് അവിടുത്തെ ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയപ്പെടുന്നത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ റിമൈൻസ് എന്ന് പറയുന്നത് പിരമിഡ്സ് ആണ്. ഈജിപ്ത് എന്നത് നൈലിൻ്റെ ദാനം, ദ ഗിഫ്റ്റ് ഓഫ് ദി നൈൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിവിലൈസേഷൻ, ദാറ്റ് ഈസ് ചൈനീസ് സിവിലൈസേഷൻ. ദ ചൈനീസ് സിവിലൈസേഷൻ ഡെവലപ്ഡ് ഇൻ ദി വാലി ഓഫ് ഹുവാങ് ഹോ റിവർ. Okay, so the Chinese civilization that's developed in the on the bank of the river Huang Ho. The ancient China formed a pictographic script. Today it exists in China with some changes. സോ ആൻഷ്യൻ്റ് ചൈനയിൽ ഫോം ചെയ്തിട്ടുള്ള, ബ്രോൺസ് ഏജ് പീരീഡിൽ ചൈനയിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഇന്നും ചൈനയിൽ ഈ കുറച്ച് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഇന്നും ചൈനയിൽ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റാണ് ഈ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. The most important historical remains of this civilization is bronze sculptures. So the major historical remains of Chinese civilization is the bronze sculptures. വെങ്കല പ്രതിമകൾ അല്ലെങ്കിൽ വെങ്കലം കൊണ്ടുള്ള സ്കൾപ്ചേഴ്സ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ റിമൈൻസ്. ഹിയർ ഈസ് സം ഇമ്പോർട്ടൻറ്റ് പിക്ചേഴ്സ് ഓഫ് ദി ചൈനീസ് സ്കൾപ്ചേഴ്സ്. ചൈനീസ് സിവിലൈസേഷൻ്റെ ഒരു പദസൂര്യൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പദസൂര്യൻ തയ്യാറാക്കുന്നത്. ചൈനീസ് സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആൻഷ്യൻ ചൈനയിലാണ്. സെക്കൻഡ് പോയിൻറ്റ്, ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. ചൈനീസ് സിവിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ആണ് അവിടുത്തെ ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. ദെൻ തേർഡ് പോയിൻറ്റ്, ഹുവാങ് ഹോ റിവർ. ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത് ഹുവാങ് ഹോ റിവറിൻ്റെ വാലിയിലാണ്. ദെൻ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ചൈനയിലെ ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയപ്പെടുന്നത് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്നാണ്. Then the next one, Harappan civilization. The Harappan civilization developed in the valley of river Indus. സിന്ധു നദിയുടെ, ഇൻഡസ് റിവർ എന്ന് പറഞ്ഞാൽ സിന്ധു നദിയുടെ തീരത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിവിലൈസേഷനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. നൗ ഇറ്റ് ഈസ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. സോ ദ ഹാരപ്പൻ civilization that is located in the India and Pakistan is developed on the bank of river Indus. The major sites of this civilization are Harappa, Mohenjo-daro, Kalibangan and Lothal. ഹരപ്പൻ സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരപ്പൻ സിവിലൈസേഷൻ്റെ സൈറ്റുകളാണ് ഹാരപ്പ, മോഹൻജൊദാരോ, കാളിബംഗൻ ആൻഡ് ലോത്തൽ. The art of writing of this civilization is known as the Indus script. ഇനി നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ഇൻഡസ് സ്ക്രിപ്റ്റ് എന്ന പേരിലാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇന്നും ഇൻഡസ് സ്ക്രിപ്റ്റ് ആരും വായിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, എഴുത്തുവിദ്യ ഉണ്ടെങ്കിലും ഇതുവരെ ഡെസിഫർ ചെയ്യാത്ത ഒരു സ്ക്രിപ്റ്റാണ് ഇൻഡസ് സ്ക്രിപ്റ്റ്. ദ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഓഫ് ദിസ് സിവിലൈസേഷൻ ആർ ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറീസ്, ഡ്രൈനേജ് സിസ്റ്റം, thoroughfares, multi-storied houses, town planning and trade centers. So the major historical remains of this civilization are Great Bath, okay, Mahasnana Ghattam, Great Bath, granaries, drainage system, Alkuchal Samvidhanam, granaries means Dhanyapura,
തെറോഫിയർ അതായത് പബ്ലിക് വേസ്, മൾട്ടി സ്റ്റോറിഡ് ഹൗസസ്, അതുപോലെ ടൗൺ പ്ലാനിംഗ് സിസ്റ്റം, then last one trade centers. Okay, here you can see in a map of Indus Valley civilization or the Harappan civilization. Okay, you can see in Harappa, Kalibangan, Mohenjo-daro, Lothal, everything. Then this is the Great Bath. Then here is the water supply and drainage system. This is the Indus script. Then here is the granaries. Then multi-storied houses. This is the town planning of ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു പദസൂര്യനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് നമ്മൾ ഈ പദസൂര്യൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഹാരപ്പൻ സിവിലൈസേഷൻ ഫസ്റ്റ് പോയിൻറ്റ് ഇൻഡസ് റിവർ. ഹാരപ്പൻ സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത് ഇൻഡസ് റിവറിൻ്റെ അതായത് സിന്ധു നദിയുടെ തീരത്താണ്. സെക്കൻഡ് പോയിൻറ്റ് ദ ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറീസ്, ഡ്രൈനേജ് സിസ്റ്റം, ടെറോഫയേഴ്സ്, ഇതെല്ലാം ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്നുള്ള ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എവിഡൻസസ് ആണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ആണ്. ദെൻ ഇൻഡസ് സ്ക്രിപ്റ്റ്. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയപ്പെടുന്നത് ഇൻഡസ് സ്ക്രിപ്റ്റ് എന്ന പേരിലാണ്. ദെൻ നെക്സ്റ്റ് വൺ ഹാരപ്പ, മോഹൻജൊദാരോ, കാളിബംഗൻ, ലോത്തൽ, ഇതെല്ലാം ഹാരപ്പൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട സൈറ്റുകളാണ്. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഹാരപ്പൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കൺട്രീസാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ 2500-ൽ പരം സൈറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഹ്യൂമൻ ലൈഫ് അണ്ടർവെന്റ് ചേഞ്ചസ് വെൻ ഇറ്റ് പ്രോഗ്രസ്ഡ് ഫ്രം ദി നിയോലിത്തിക് ഏജ് ടു ദി ബ്രോൺസ് ഏജ്. വാട്ട് ആർ ദേ? നിയോലിത്തിക് ഏജിൽ നിന്നും ബ്രോൺസ് ഏജിലേക്ക് എത്തിയപ്പോൾ മനുഷ്യജീവിതം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവ ഏതെല്ലാം? ഓക്കെ, സോ ദ ആൻസർ, ദ ഫസ്റ്റ് വൺ, അഗ്രികൾച്ചർ ഇംപ്രൂവ്ഡ് ആൻഡ് റിസൾട്ടഡ് ഇൻ ബെറ്റർ ഹാർവസ്റ്റ്. നിയോലിത്തിക് പീരീഡിലാണ് അഗ്രികൾച്ചർ കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ? സോ ബ്രോൺസ് ഏജിലേക്ക് എത്തിയപ്പോഴേക്കും അഗ്രികൾച്ചർ ഇംപ്രൂവ്ഡ് ആവുകയും നന്നായിട്ട് ഹാർവസ്റ്റ് ലഭിക്കുകയും ചെയ്തു. സെക്കൻഡ് വൺ, സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ് വർ സ്റ്റോർഡ്. സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ്, അവരുടെ ആവശ്യങ്ങൾക്കപ്പുറം ലഭിക്കുന്ന ഫുഡ് ഗ്രെയിൻസ് ആണ് സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ്. സോ ഈ സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ് എല്ലാം തന്നെ അവർ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. ദെൻ തേർഡ് പോയിന്റ്, പബ്ലിക് പ്ലേസസ് വർ ഡെവലപ്ഡ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. കാർഷിക ഉൽപ്പന്നങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങാടികൾ ഡെവലപ്പ് ചെയ്തു. ഫോർത്ത് വൺ, ഡിഫറെൻറ്റ് ഒക്യുപ്പേഷണൽ ഫീൽഡ്സ് വർ ഡെവലപ്ഡ്. വ്യത്യസ്ത തരത്തിലുള്ള ഒക്യുപ്പേഷണൽ ഫീൽഡുകൾ, വർക്കുകൾ ഡെവലപ്പ് ചെയ്തു. ബാർട്ടർ സിസ്റ്റം വാസ് ഫോംഡ്. ബാർട്ടർ സിസ്റ്റം അതായത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥ നിലവിൽ വന്നു. ട്രേഡ് വാസ് ഡെവലപ്ഡ്. കച്ചവടം വികസിച്ചു. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വർ ഫോംഡ്. വ്യത്യസ്ത തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഫോം ചെയ്തു. ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് വാസ് ഫോംഡ്. എഴുത്തുവിദ്യ രൂപപ്പെട്ടു. ന്യൂ സിസ്റ്റംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വർ ഫോംഡ്. പുതിയ അധികാര രീതികളെല്ലാം രൂപപ്പെട്ടു. ആൻഷ്യൻ സിറ്റീസ് വർ ഡെവലപ്ഡ്. പഴയ നഗരങ്ങളെല്ലാം തന്നെ വികസിച്ചു വന്നു. ഇതെല്ലാമാണ് നിയോലിത്തിക് ഏജിൽ നിന്നും ബ്രോൺസ് ഏജിലേക്ക് എത്തിയപ്പോഴുള്ള മനുഷ്യ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഓക്കെ, this is one of the most important question in your exercise part. The question, list out the various occupational fields developed in the Bronze Age. ബ്രോൺസ് ഏജിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒക്യുപ്പേഷണൽ ഫീൽഡ്സ് ഏതെല്ലാം? ഓക്കെ, സോ വേരിയസ് ഒക്യുപ്പേഷണൽ ഫീൽഡ്സ് ഡെവലപ്ഡ് ഡ്യൂറിങ് ബ്രോൺസ് ഏജ് വേർ, ഫസ്റ്റ് വൺ കാറ്റിൽ റിയറിംഗ്, കന്നുകാലി വളർത്തൽ. സെക്കൻഡ് വൺ മെറ്റലർജി, ലോഹ നിർമ്മാണം. തേർഡ് വൺ പോട്ടറി മേക്കിംഗ്, മൺപാത്ര നിർമ്മാണം. ദെൻ ഫോർത്ത് വൺ ഓർണമെൻറ്റ്സ് മേക്കിംഗ്, ആഭരണ നിർമ്മാണം. ദെൻ ബ്രിക്സ് മേക്കിംഗ്, ഇഷ്ടിക നിർമ്മാണം. ആൻഡ് വീവിങ്, തുണി നെയ്ത്ത്. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഒക്യുപ്പേഷണൽ ഫീൽഡ്സ്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ബ്രോൺസ് ഏജ് പീരീഡിലാണ് കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ന്യൂ നോട്ടിഫിക്കേഷൻസ്. If you like this video, please like, share and comment. Thank you for watching.